ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അമൃതം പൊടി കൊണ്ടൊരു പാൽക്കോവ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, വേഗം പൊടി കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടലായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സായി വരണം. ഈ പൊടിയിൽ അമൃതം പൊടിയിൽ നല്ലോണം ഒന്ന് മിക്സായി വരണം. അതുവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു സ്റ്റേജ് വരുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുത്ത ശേഷം അതിലേക്ക് ഞാനിവിടെ പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം. മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി പഞ്ചസാര. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാൽ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടുണ്ടാവും, കുഴപ്പമില്ല. നിങ്ങൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല ബോൾസായി വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ നല്ലോണം ഒന്ന് മാവ് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു ട്രേയിൽ കുറച്ച് നെയ്യ് തൊട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല കൈ കൊണ്ട് കറക്റ്റായി ലെവലാക്കി എടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് മുകൾ ഭാഗവും സൈഡ് എല്ലാം കറക്റ്റ് ലെവലിൽ ഞാൻ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. ഇതേപോലെ സ്പൂണ് കൊണ്ട് മുകൾ വശത്തെല്ലാം ഇതേപോലെ ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കുക. അതേപോലെ സൈഡിൽ ഇതേപോലെ ഒന്ന് ഞാൻ ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ റെഡി 2 സൈഡും മുകൾ വശത്തും സൈഡിലും ഇതേപോലെ ഞാൻ കറക്റ്റ് ലെവലായി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈസി ആയിട്ടുള്ള അമൃതം പൊടി കൊണ്ടുള്ള ഒരു പാൽക്കോവ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് കൂടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.